വലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ഐദിയനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ SSFൻ്റെ പ്രവർത്തകന്മാരെ, എല്ലാ വർഷവും SSF സംഘടിപ്പിച്ചു വരുന്ന മഹബ്ബ ക്യാമ്പ് ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ രൂപത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാനുള്ള ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്തവരാണ് നാം എല്ലാവരും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാനും ഇതുപോലെ ഇരുന്ന് ക്ലാസ് മുഴുവനും കേൾക്കാൻ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നമ്മുടെ ഇല്യാസിൻ്റെ കുട്ടിയുടെ കാര്യം നമ്മളൊക്കെ അറിയാം. അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. വലിയ വിഷമത്തിലാണ് ഉള്ളത്. അവനവിടെ പോകേണ്ടത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. മുസ്താമാർ ദുആ ചെയ്യും എന്ന് നമ്മൾ പ്രത്യേകം പറയുകയാണ്. ഏതായാലും സംഘടനയുടെ കീഴിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അവിടുത്തോടുള്ള മഹബത്ത് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്ര പഠിച്ചാലും നമുക്ക് തീരൂല. അത്രയും ഹബീബായ തങ്ങൾ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്നല്ല, ഒരുപാട് ആളുകളുടെ ആയുസ് മുഴുവനും അവർ മുഴുവനും ഹബീബായ തങ്ങളെ പഠിക്കാൻ വേണ്ടി നിന്നാലും ഫമബലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, അതിലേ നമുക്കെത്തുകയുള്ളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദിൻ്റെ, അനസ് ഉസ്താദിൻ്റെ ഒക്കെ എല്ലാ ഉസ്താദന്മാരുടെയും പഠനങ്ങൾ വരുമ്പോൾ നല്ല രൂപത്തിൽ മനസ്സറിഞ്ഞിരുന്ന് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ, അവിടുത്തെ ജീവിതം പഠിക്കാൻ, അവിടുത്തെ ഇത്തിബാഅ് ചെയ്യാൻ, അതിൻ്റെ പഠനങ്ങൾ നടത്തി നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മുൻഗാമികളായ നമ്മുടെ ഇമാമിയങ്ങളും സ്വഹാബത്തടക്കം എല്ലാവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതങ്ങൾ ഒപ്പിയെടുക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവരുടെ ജീവിതം മുഴുവനും മാറ്റിവെച്ചവരായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ തന്നെ നമുക്കൊക്കെ അറിയാം. തൻ്റെ ജീവിതം മുഴുവനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ, അവിടുത്തെ ഹദീസുകൾക്ക് ഖിദ്മ ചെയ്ത മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വാപ്പ വലിയ സമ്പന്നനായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. വലിയ സമ്പന്നനായിരുന്നു. തൻ്റെ സമ്പത്ത് മുഴുവനും ഈ മകൻ നടത്തുന്ന പഠനങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചവരായിരുന്നു ആ പിതാവ്. ആ പിതാവിൻ്റെ ധനം മുഴുവനും ചെലവഴിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പഠനത്തിന് വേണ്ടിയായിരുന്നു. അവിടുത്തെ ഹദീസിന് സേവനം ചെയ്യാനും അവിടുത്തെ ദീനിന് മറ്റു ഖിദ്മകൾ ചെയ്യാനും വേണ്ടി മാത്രം നീക്കിവെച്ചതായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അവർ മാത്രമല്ല, എല്ലാ ഇമാമിയങ്ങളും എല്ലാ പണ്ഡിതന്മാരും അവരുടെ സമ്പത്തും അവരുടെ സമയവും അവരുടെ ജീവിതവും അവർ മാറ്റിവെച്ചത് ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ്. പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായിട്ടും അതൊന്നും അവർ വിഷയമാക്കാതെ, എങ്ങനെയാണ് ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള വഴി എന്താണ്? തങ്ങൾക്ക് എന്നെക്കൊണ്ടൊരു സന്തോഷം കിട്ടണം, അല്ലേ? അവിടുന്ന് നമ്മളെങ്ങനെ എന്ത് ചെയ്യാണ്? കാണുകയാണ്. തുഅറദു അലയ്യ അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ എന്ത് ചെയ്യും? എനിക്ക് കാണിക്കപ്പെടും, നോക്കും. നിങ്ങളിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന മഹബ്ബ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തങ്ങൾ കാണും എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ. അപ്പോൾ തങ്ങൾക്ക് കാണും എന്നുള്ളൊരു ബോധത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം
എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്തകൾ മുഴുവനും. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അവിടുന്ന് നമ്മളോട് ഇങ്ങനെ സന്തോഷം പങ്കിടുന്ന രൂപം. അല്ലാഹ് ഇന്ന ആൾ, അത് എത്ര സന്തോഷമാണ്. അത് ആരെയും കാണിക്കാനല്ല, അത് ആരെയും അറിയാനല്ല, ആളാകാനല്ല. തങ്ങൾക്കൊരു മഹബത്ത് നമ്മളോട് കിട്ടണം. തങ്ങളോട് നമ്മൾ മഹബത്ത് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടൊരു മഹബത്ത് നമ്മളോട് ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് നല്ല മഹബത്ത് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ഒരു മഹബത്ത് അവിടുന്ന് ഉണ്ടാകും. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം. എല്ലാം മറ്റുള്ളത് മുഴുവനും, മക്കളായാലും ഭാര്യയായാലും സമ്പത്തായാലും കുടുംബങ്ങളായാലും എല്ലാം ഹബീബായ തങ്ങളുടെ താഴെയാകണം നമുക്ക്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാം ദുനിയാവിൽ നിന്ന് നമുക്ക് കിട്ടിയത് മുഴുവനും എല്ലാം സമർപ്പണം. ഫിദാക അബി വ ഉമ്മി, ഉമ്മാനും ഉപ്പാനും സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ മേൽക്കൊന്നുമില്ല എന്നാ. അത് ഭാര്യയില്ല, മക്കളുമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. എല്ലാം സമർപ്പിച്ചു. ആകെ സമർപ്പിക്കാനുള്ള ഉമ്മയും ഉപ്പയല്ലേ. നമ്മൾ ഉമ്മയെയും ഉപ്പയെയും അത്രയും നമുക്ക് ഒന്നുമില്ല. അത് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സമ്പത്തുമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അത് തന്നെ സ്വഹാബത്ത് സമർപ്പിക്കുകയാണ്. ഫിദാക്കാബി അവർ നബി തങ്ങളടുത്ത് വന്നിട്ട് അവർ സംസാരിക്കുന്നത് തന്നെ ആദ്യം തന്നെ പറയുന്നത് ഫിദാക്കാബി ഉമ്മിയ റസൂലല്ലാഹ്, അതിനെ പറയുന്നതിന് അതാണ്. അള്ളാഹു അങ്ങനത്തെ ഒരു ഖൽബ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നല്ല ഈമാൻ നമ്മുടെ ജീവിതങ്ങൾ. നമ്മളിങ്ങനെ പരസ്യമായ ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കും, ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും രഹസ്യ ജീവിതത്തിലും നമുക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ, അഭിപ്രായങ്ങളെ കുറച്ചിങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടുത്തെ മൗലിദുകൾ നമ്മൾ വലിയ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ. അതിൽ പോയി ഇരിക്കും. വലിയ പ്രവർത്തനം തന്നെയാണ്, നല്ല പ്രതിഫലമുള്ളതാണ്. പക്ഷേ സ്വന്തമായിട്ട് നമ്മൾക്ക് റൂമിലിരിക്കുമ്പോൾ ഒരു മങ്കൂസ് മൗലിദ് ഓതാൻ, സ്വന്തം ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹദീസ് ഓതാൻ, ഒരല്പം ബുർദ ചൊല്ലാൻ, എന്നും ബുർദ ചൊല്ലുന്നവരുണ്ടാകാം. ബുർദകൾ പിന്നെ ഓരോ ഫസ്ലുകൾ ദിവസവും ചൊല്ലുന്നവരുണ്ടാകാം. അതൊക്കെ നമ്മളെ രഹസ്യ ജീവിതത്തിലും കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടേണ്ടതും ഹബീബായ തങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതും അതായിരിക്കണം. രഹസ്യ ജീവിതങ്ങൾ അത് നമ്മൾ നന്നാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. പറയാൻ അർഹനല്ല, എന്നാലും എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും ഉപദേശിക്കാനുള്ളത് ആത്മീയ ബോധം നമ്മൾ ഉണ്ടാകുന്നതോടുകൂടെ രഹസ്യ ജീവിതം നന്നാക്കിയെടുക്കുക. ഇന്നലെ ഒരു അറബിയിലുള്ള ഒരു വീഡിയോ കണ്ടു. എന്താണ്, ഒരാൾ എന്ത് ചെയ്യാണ്, ഈ ക്യാമറകളെ കുറിച്ച് പറയാണ്. ഈ ക്യാമറകൾ കാണുമ്പോൾ അല്ലേ, ഓരോ സ്ഥലത്ത് CCTV ക്യാമറ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനോ ഒരു മടി വരിക, ഒരു പേടി. തിന്മകൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പേടി, ക്യാമറ നമ്മളെന്ത് ചെയ്യും, പിടിക്കും എന്നുള്ള പേടി. ഈ ഒരു പേടി മുഅ്മിനിന് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, എങ്ങനെ ഈ ക്യാമറയോടുള്ളൊരു പേടി മുഅ്മിനിക്ക് എന്തുണ്ടായി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു അറബിയിലുള്ള ഒരാളുടെ ഒരു ചെറിയ ക്യാപ്ഷനായിരുന്നു. അപ്പം നമ്മൾ പറയുന്നത് അതായിരിക്കണം നമ്മുടെ ജീവിതം, രഹസ്യ ജീവിതം. അത് പരസ്യ ജീവിതത്തെക്കാൾ ശുദ്ധമാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലവരായി ജീവിച്ച് നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. SSFിലൂടെ നമ്മൾ കടന്നു വന്നതും ഒറ്റ ലക്ഷ്യത്തിനാണ്, നമ്മൾ ആഖിറം രക്ഷപ്പെടുക. സംഘടനയിൽ പ്രവർത്തനവും അത് തന്നെയാണ്. ആർക്കും ആളാകാനാകരുത്. എല്ലാ പ്രവർത്തനങ്ങളും ആഖിറം രക്ഷപ്പെടണം. അവിടെ എത്തുമ്പോൾ നമുക്കാരും ഉണ്ടാവില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരും എല്ലാവരും പേടിച്ച് നിൽക്കുന്നൊരു രംഗാണത്. എല്ലാവർക്കും പേടി. അവിടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നഫ്സി എന്നാണ് പറയുന്നത്. ഒരു ഖുതുബ കേട്ടില്ലേ, ഒരു ഹനഫി ഉസ്താദിൻ്റെ പ്രസംഗം അല്ലേ, മൂസാ നബി അലൈഹി സ്വലാം പറയും നഫ്സി. എല്ലാവരും നഫ്സി. വല്ലാത്തൊരു അതിങ്ങനെ ഇടക്കിടക്ക് ഞാൻ കേൾക്കും. ആ ഖുതുബൻ്റെ ആ ഭാഗം, ഒരു ഭാഗം എടുത്ത് എന്തിനാണ്, നമ്മുടെ ഖൽബിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാക്കാൻ. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഉമ്മത്തി. നമ്മളെയാണ് ആ ഹബീബായ തങ്ങൾക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള ഈ റബീഉൽ അവ്വൽ ഏറ്റവും വലിയ സമ്മാനമായി ഈ മജ്ലിസിനെ അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മൾ ഉസ്താദന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങും. എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു ഇത് വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇല്യാസിൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നാളെ മറ്റന്നാളായിട്ട് ഇന്ന്
അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് പോസിറ്റീവായിക്കൊണ്ട് ആ കുട്ടിക്ക് ഒരു ഉണർച്ച കിട്ടുന്ന രൂപത്തിൽ നല്ല റാഹത്തായി കിട്ടണം. സംഘടനാ പ്രവർത്തനം കൊണ്ട് എത്രയോ ആളുകൾ എല്ലാ സ്ഥലത്തും ദുആ ചെയ്യുകയാണ്. ഇന്ന് മർക്കസിൽ ബുഖാരി ക്ലാസ്സിലും ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ ദുആ ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് കാണണം. ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തിലാക്കി കൊടുക്കട്ടെ. നമുക്കുള്ള സംഘടന, നമ്മളെ സംഘടന അതിനു വേണ്ടിയാണ്. ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് ദ്വാരക്കാൻ ഒരാൾ നമുക്ക് തന്നെ ഇന്നലെ അൽഹംദുലില്ലാ ഞാൻ പറയാം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളെ പ്രവർത്തകന്മാർ എല്ലാ സ്ഥലത്തും ദുആവും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. ഏതായാലും അള്ളാഹു എല്ലാം ഖബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.